മൈറ്റി ആസ്ട്രേലിയയുടെ ഗവൺമെന്റ് മുംബൈയിലിട്ട് തീർത്തു കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ പെൺപുലികൾ. ഇത്രയേ ഉള്ളൂ മൈറ്റി ആസ്ട്രേലിയയെ. ഇന്ത്യ എന്നൊക്കെ നെഞ്ചും വിരിച്ചു നിന്നിട്ടുണ്ടോ അന്നല്ല മൈറ്റി ആസ്ട്രേലിയയുടെ മൈറ്റി തര അവസാനിപ്പിക്കാൻ ഇന്ത്യൻ ടീമിനായിട്ടുണ്ട്. അത് മെൻസ് ടീമിനാണെങ്കിൽ വുമൻസ് ടീമിനാണെങ്കിൽ. ഇന്ന് മൈറ്റി ആസ്ട്രേലിയയെ പരാജയപ്പെടുത്താൻ ലോക ക്രിക്കറ്റിൽ ഒരേ ഒരു ടീമേ ഉള്ളൂ, അത് ഇന്ത്യയാണ്. കാലൊന്നിടറിയാലേ മൈറ്റി ആസ്ട്രേലിയയെ, അത് ആനയാണെങ്കിലും വീഴും. 7 ടൈറ്റിലുമായിട്ട് വന്നതാണ്. 8ാമത്തെ ടൈറ്റിൽ ഇന്ത്യയിൽ വന്നിട്ട് ഈസി ആയിട്ട് കൊണ്ടുപോകാന്നുള്ളത് ഇന്ന് ഇന്ത്യയുടെ പെണ്ണുങ്ങൾ വലിച്ചു വാരി തേച്ച് ഒട്ടിച്ചു വെച്ചു മൈറ്റി ആസ്ട്രേലിയയെ. മിച്ചൽ സ്റ്റാർക്കിന് തന്റെ ഭാര്യയുടെ പ്രകടനം കണ്ടിട്ട് എഴുന്നേറ്റ് പോകേണ്ടതായിട്ട് വന്നു. നേരത്തെ തന്നെ ഫ്ലൈറ്റ് എടുത്ത് ആസ്ട്രേലിയയിലോട്ട് പറന്നിട്ടുണ്ട് മിച്ചൽ സ്റ്റാർക്ക്. പെണ്ണുമുള്ളയും കൂടെ പൊയ്ക്കോ. ഇത്ര മനോഹരമായ പ്രകടനമായിരുന്നു ഇന്ന് മൈറ്റി ആസ്ട്രേലിയയുടെ. 7 വട്ടത്തെ ചാമ്പ്യന്മാരെ ഇന്ത്യ താണ്ട വന്ന് ഇങ്ങനെ നിസ്സാരമായിട്ട് ഓടിക്കും. ഈ പ്രാവശ്യം ഞങ്ങളും സൗത്ത് ആഫ്രിക്ക തമ്മിൽ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അല്ലെ. സിമ്പിൾ ആയിട്ട് നമ്മുടെ താടിക്ക് തട്ടി പറഞ്ഞു വിട്ടു. 338 എന്ന് പറയുന്ന ചേസ് വളരെ നിസ്സാരമായിട്ട് ഇന്ത്യ വന്ന് ചേസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ മൈറ്റി ആസ്ട്രേലിയ നിങ്ങൾ. പക്ഷെ മൈറ്റി ആസ്ട്രേലിയയുടെ ഒരു കാര്യം എടുത്തു പറയണം. മൈറ്റി ആസ്ട്രേലിയ ആരെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ടീമിനെ ആയിരുന്നു. ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തുക വെച്ചാൽ അവർക്കറിയാം അവരുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി ന്യൂസിലൻഡോ സൗത്ത് ആഫ്രിക്കയോ ഒന്നും അല്ലായിരുന്നു, ഇന്ത്യൻ ടീം തന്നെയായിരുന്നു. ആ ഒരു വെല്ലുവിളി 330 റൺസ് കഴിഞ്ഞ കളിയിൽ ഇന്ത്യ ആസ്ട്രേലിയയുടെ മുമ്പിലോട്ട് വെച്ചു കൊടുക്കുന്നു. ഇന്ത്യ അവിടെ മിസ്റ്റേക്ക് ആവർത്തിക്കുന്നു. ആസ്ട്രേലിയ വന്ന് അവിടെ റൺസിനെ ചേസ് ചെയ്യുന്നു. പക്ഷെ ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യ ഫീൽഡിങ്ങിൽ ഒരുപാട് മിസ്റ്റേക്ക് ആവർത്തിച്ചു. ക്യാച്ചസ് കൊണ്ട് കളഞ്ഞു. 36 റൺസോളം എക്സ്ട്രാ ഇന്ത്യയിൽ നിന്ന് കൊണ്ട് കൊടുത്തു. 300 റൺസിനകത്ത് ഇന്ത്യക്ക് ആസ്ട്രേലിയ പിടിച്ചു കെട്ടാമായിരുന്നു. ഇന്ത്യ ഫീൽഡിങ്ങിൽ മിസ്റ്റേക്ക് ആവർത്തിച്ചു. എന്നാൽ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഹർമൻ ദീദിയുടെ പ്രകടനം എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. 2017 ഇതേ മൈറ്റി ആസ്ട്രേലിയയുടെ മൈറ്റി തര അവസാനിപ്പിച്ചവളാണ് ദീദി. എന്തൊക്കെ പറഞ്ഞാലും വലിയ മാച്ചിലെ വലിയ പ്ലെയർ തന്നെയാണ് ഹർമൻ ദീദി. ബാറ്റിങ്ങിലോട്ട് വരാം. അതിനു മുമ്പ് ദീദി എടുത്തൊരു തീരുമാനം നമ്പർ 3ലേക്ക് മാറ്റിവെച്ച മുംബൈയുടെ രാജകുമാരി ജമീമ റോഡ്രിഗ്സ്. ഒരു ചെറിയ പെണ്ണാണ്, വലിയ ആരോഗ്യമൊന്നുമില്ല വന്ന് 6 അടിക്കാനൊന്നും. പക്ഷെ കളിച്ച ഒരു ബാറ്റിങ്, സ്ക്വയർ കട്ട്, സ്വീപ്പ് ഷോട്ട്, ഫുള്ള് സ്ക്വയർ ഡ്രൈവ്, എന്നാ മനോഹരമായിട്ടാണ് കളിച്ചത്. 6 ഒന്നുമില്ല, മനോഹരമായിട്ട് വന്ന് ബാറ്റ് ചെയ്തു. 127 റൺസുമായിട്ട് നോട്ട് ഔട്ടായിട്ട് നിന്നു. സെഞ്ചുറി എടുത്തു. അവിടെ ഒരു അമിതാഹ്ലാദവും ഇല്ലായിരുന്നു, ഒരു അമിതാഹ്ലാദവും. ജമീമയ്ക്ക് അറിയാം ഒരുപാട് ദൂരം പോകാനുണ്ട്. എനിക്ക് ടീമിനെ വിജയിപ്പിക്കണം, എനിക്ക് അവസാനം വരെ നിൽക്കണം, എനിക്ക് ടീമിനെ ജയിക്കണമെന്ന്. ആ ഒരു ദൃഢനിശ്ചയത്തോടെ അവിടെ നിൽക്കുന്നു. അവസാനം വരെ നിന്ന് ടീമിനെ വിജയിപ്പിക്കുന്നു ജമീമ റോഡ്രിഗ്സ്. എന്നാ സൂപ്പർ ഒരു പ്ലെയറാന്ന് നോക്കിക്കേ. നമ്പർ 3 പ്രൊമോഷൻ കിട്ടുന്നു, അതിനെ വന്ന് യൂട്ടിലൈസ് ചെയ്യുന്നു. ക്രൂഷ്യലായിട്ടൊരു മാച്ചിൽ വന്ന് റൺസ് കണ്ടെത്തുന്നു. എല്ലാവരും വിചാരിച്ചു ഇന്ത്യ ഇന്ന് ദയനീയമായി പരാജയപ്പെടും. എത്ര റൺസിന് പരാജയപ്പെടും, എവിടെ വെച്ച് പരാജയപ്പെടും എന്ന് മാത്രമേ ഉള്ളായിരുന്നു എല്ലാവരുടെ മുമ്പിലുള്ള ഒരു ചോദ്യം. ആരും പ്രതീക്ഷ കാണത്തില്ല ഇന്ത്യ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്യും ആസ്ട്രേലിയക്കെതിരെ. 7 വട്ടത്തെ ചാമ്പ്യന്മാര്, ഡിഫെൻഡിങ് ചാമ്പ്യന്മാരായ ആസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ഇത്രമാത്രം ഡോമിനേറ്റ് ചെയ്യുമെന്ന് ഒരാൾ പോലും വിചാരിച്ച് കാണത്തില്ല. മേ ബി ഇന്ത്യൻ ടീമിന്റെ കോച്ച് പോലും വിചാരിച്ച് കാണത്തില്ല. പക്ഷെ ഇന്ത്യയുടെ പെൺപുലികൾ ഇന്ന് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ഡോമിനേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രഷർ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഇന്ത്യയുടെ പെണ്ണുങ്ങൾ കാണിച്ചു കൊടുത്തു. പിന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഒരുപാട് മിസ്റ്റേക്ക് ആവർത്തിച്ചു. ജയിക്കേണ്ട പല കളികളും ക്യാപ്റ്റൻസി കൊണ്ട് നമുക്ക് പരാജയപ്പെടേണ്ടതായിട്ട് വന്നു. 3 കളി അടുപ്പിച്ച് ഇന്ത്യ പരാജയപ്പെട്ടു. ഇന്ത്യ സെമി കാണുമെന്ന് തന്നെ സംശയമായിരുന്നു. പക്ഷെ ഇന്ന് കളിച്ച ഒരു പ്രകടനം ഉണ്ടല്ലോ, ആ ഒരു പാർട്ണർഷിപ്പ്, 167 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ്, രണ്ടുപേരും കൂടെ ചേർന്നു. എന്നാ സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു, എന്നാ മനോഹരമായിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു. 89 റൺസ്, 2 6ഉം 10 4ഉം. 100 അല്ല നോക്കിയത്, അവിടെ റൺ റേറ്റ് പ്രഷർ ഉണ്ടായിരുന്നു. നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ റൺ റേറ്റ് നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് അവിടെ റൺ റേറ്റ് വേണ്ടത് 8 ആയിരുന്നു. പക്ഷേ കറണ്ട് റൺ റേറ്റ് നോക്കുവാണെങ്കിൽ ആ സമയത്ത് 6 ആയിരുന്നു. അവിടെ ക്യാപ്റ്റൻ ഉത്തരവാദിത്വത്തോടെ കളിച്ചു. 88 ബോളിൽ നിന്ന് 89 റൺസ്, അതായത് 100 റൺസിന്റെ സ്ട്രൈക്ക് റേറ്റ് വന്ന് കളിക്കുന്നു. മനോഹരമായ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു. സൂപ്പർ ബാറ്റിംഗ് ഹർമൻ ദീദി. പിന്നെ എടുത്ത് പറയേണ്ടത് 2 ക്യാമിയോ ഇന്നിങ്സുകളാണ്. ദീപ്തി ശർമ്മ റൺഔട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ആ ബാറ്റ് എടുത്ത് തലയ്ക്ക് 2 കൊട്ടാൻ തോന്നും. അതുപോലെയാണ് ഓടിയത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പം പെണ്ണുങ്ങളായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും പറയുന്നില്ല, അത് വേറെ ഒരു രീതിയിലായി പോകും. ആ ഒരു ഓട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കോമഡിയാണ്. ഈസി സിംഗിൾ ആയിരുന്നു. പക്ഷെ ആ ഒരു റൺഔട്ട് കണ്ടിട്ട് സത്യം പറഞ്ഞ ചിരിയും വന്നു, സത്യം പറഞ്ഞ കരച്ചിൽ വന്നു. അതുപോലത്തെ ഒരു റൺഔട്ട് ആയിരുന്നു. പക്ഷെ ബാറ്റിങ്ങിൽ വന്ന് കളിച്ച ഒരു പ്രകടനം ഉണ്ടല്ലോ, ആ ഒരു ചെറിയ ഒരു ക്യാമിയോ ഇന്നിങ്സ് ഇന്ത്യക്ക് നിർണായകം. 17 ബോളിൽ നിന്ന് 24 റൺസ്, 3 ബൗണ്ടറികൾ. സോ അവിടെ അങ്ങനെ ഒരു സ്കോർ അത്യാവശ്യമായിരുന്നു. ജമീമ റോഡ്രിഗ്സിന്റെ മേലുള്ള പ്രഷറിനെ എടുത്തു മാറ്റാൻ ദീപ്തി ശർമ്മയ്ക്കായി. സോ നല്ലൊരു ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു. അത് കഴിഞ്ഞാണ് അടുത്ത ഒരു സ്റ്റാറിന്റെ എൻട്രി. പിന്നെ വരുന്നു റിച്ച ഘോഷ് കളിച്ച 44ാമത്തെ ഓവറിൽ ഒരു 6, ഒരു 4 കളി ഇന്ത്യയുടെ പക്ഷത്തോട്ട് കൊണ്ടുവന്ന
നിമിഷം നല്ലൊരു ക്യാമ്യൂ ഇന്നിംഗ്സ് അവിടെ കാഴ്ചവെക്കുന്നു. 16 ബോളിൽ നിന്ന് 26 റൺസ് എടുക്കുന്നു, 2 4ഉം 2 6ഉം ആയിട്ട് നിർണായകമായ ഒരു ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു. അവിടുന്ന് റിച്ചാർഡ് ഘോഷ് ഔട്ടായപ്പോൾ ഇന്ത്യ മേ ബി പരാജയം മണക്കുമെന്ന് വരെ വിചാരിച്ചു. പക്ഷേ അംജോത് കൗർ വന്നിട്ട് 2 ബൗണ്ടറി അടിച്ച് ടീമിനെ വിജയിപ്പിക്കുന്നു. സൂപ്പർ 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 പ്രകടനം കാഴ്ചവെക്കുന്നു ഇന്ത്യയുടെ വുമൻസ്. ഇതാണ് ഇന്ത്യയുടെ വുമൻസ് ടീമിൽ നിന്ന് എല്ലാവരും കാത്തിരുന്ന ഒരു പ്രകടനം. ഇന്ത്യയുടെ മുമ്പിൽ ഇപ്പോൾ ഒരു അവസരമുണ്ട് ഫൈനലിൽ ജയിച്ച് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ. ആ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ ഇന്ത്യൻ ടീമിനാവട്ടെ. അത്രത്തോളം വക്കിലാണ് നിൽക്കുന്നത്. സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യയുടെ മുമ്പിലുള്ള കടമ്പ ഇനി. പക്ഷേ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്ക് ആവർത്തിച്ചു. പക്ഷേ ഇന്ത്യയെ രക്ഷിച്ചത് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങും അതുപോലെ തന്നെ ക്ലൈമറ്റും. ഡ്യൂ ഇന്ത്യയെ രക്ഷിച്ചു. ടോസ് കിട്ടിയ ഓസ്ട്രേലിയ ഇന്ന് ബാറ്റിംഗ് എടുത്തത് വളരെ വലിയ മണ്ടത്തരം. അത്രമാത്രം ഡ്യൂ ആയിരുന്നു. ഇടയ്ക്ക് നോക്കുവാണെങ്കിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. സോ നനഞ്ഞു കിടക്കുന്ന ഒരു ഔട്ട്ഫീൽഡ് വളരെ ഡ്യൂ. ഓസ്ട്രേലിയക്ക് ടോസിൽ തന്നെ പഴിച്ചു. പിന്നെ നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയയുടെ സ്പിന്നർമാർക്ക് വേണ്ടത്ര പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ഡ്യൂ ആയിരുന്നു. ബോളിംഗ് ഗ്രിഫ്റ്റോ ടേണോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. സോ സ്പിന്നർമാർക്ക് ഇന്ത്യ അധികം വിക്കറ്റ് കൊണ്ട് കൊടുത്തില്ല. ഇന്ത്യയുടെ പാർട്ണർഷിപ്പിനെ തകർക്കാൻ അവർക്കായില്ല. അതുപോലെ ഇന്ന് നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയയുടെ ഫീൽഡിംഗ് നോക്കുവാണെങ്കിൽ വളരെ മോശമായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള ക്യാച്ചസ് കൊണ്ട് കളഞ്ഞു. അവരുടെ ക്യാപ്റ്റൻ ക്യാച്ചസിനെ കൊണ്ട് കളഞ്ഞു. അവർ ഫീൽഡർമാർ ക്യാച്ചസിനെ കൊണ്ട് കളഞ്ഞു. ഇന്ത്യ ഇന്ന് ക്യാച്ചസിനെ കൊണ്ട് കളഞ്ഞതുപോലെ തന്നെ അവരുടെ ഫീൽഡർമാരും ഇന്ന് ക്യാച്ചസിനെ കൊണ്ട് കളയുന്നതായിട്ട് കാണാൻ കഴിയും. പിന്നെ ഓസ്ട്രേലിയ കൊണ്ട് കൊടുത്ത എക്സ്ട്രാ നോക്കുവാണെങ്കിൽ ഇന്ന് 15 റൺസാണ് ഓസ്ട്രേലിയ ഇന്ന് എക്സ്ട്രാ ആയിട്ട് മാത്രം കൊണ്ട് കൊടുത്തത്. സോ ഓസ്ട്രേലിയ ബാറ്റിൽ കിട്ടിയ ഒരു അഡ്വാൻറ്റേജിനെ ബോളിങ്ങിലും ഫീൽഡിങ്ങിലും യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. നോക്കുവാണെങ്കിൽ മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. ഓസ്ട്രേലിയ മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. വലിയൊരു ടാർഗറ്റ് തന്നെയാണ് ഇന്ത്യയുടെ മുമ്പിലോട്ട് വെച്ചു കൊടുത്തത്. പക്ഷേ ഡ്യൂ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ടാർഗറ്റ് ഇനഫായിരുന്നു. ഇത്ര മോശമായിട്ടുള്ള ഒരു ഫീൽഡിംഗ് ഈ ടാർഗറ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമോ? അതിനുള്ള ഉത്തരവാണ് ഇന്ത്യ 5 വിക്കറ്റിന് ജയിച്ചു ഓസ്ട്രേലിയയുടെ 8ാമത്തെ കിരീടം നേടാമെന്നുള്ള പ്രതീക്ഷ അസ്തമിപ്പിച്ചത്. സോ നോക്കുവാണെങ്കിൽ അമേസിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നു ഇന്ത്യയുടെ പെൺപുലികൾ. സോ ഇനി 2-ാം തീയതി നടക്കുന്ന ഫൈനലിൽ മിന്നിച്ചേക്കണേ, ഒരു കപ്പ് കൊണ്ടുവരണേ. ബോയ്സിന് കഴിയാഞ്ഞത് നിങ്ങളെ കൊണ്ട് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും ഇന്ത്യയുടെ വുമൻസ് ടീമിന് 2-ാം തീയതിത്തേക്കുള്ള മത്സരത്തിൽ.